തിരുവനന്തപുരത്തെ നടുക്കിയ കൊലപാതകത്തിൽ നാട്ടുകാരിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ ഓരോ ഘട്ടത്തിലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പുതിയ വിവരമായി ലഭിക്കുന്നത് ഈ അഫ്വാൻ മുൻപും ആത്മഹത്യാ പ്രവണത നടത്തിയിട്ടുണ്ട് എന്നതാണ്. മുമ്പും കഴിച്ചത് എലിവിഷമാണ്. ഏകദേശം 8 വർഷത്തിന് മുമ്പ് വീട്ടിൽ വഴക്കിട്ട് ആ ഫോൺ വാങ്ങി നൽകിയില്ല എന്ന പേരിൽ എലിവിഷം കഴിച്ചിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടിയിരുന്നു എന്നതാണ് നാട്ടുകാരിൽ നിന്ന് ഓരോ വിവരങ്ങളും പുറത്തു വരുന്നത്. ആ ഘട്ടത്തിൽ ഈ വിവരങ്ങൾ അറിയാവുന്നുള്ള ഒരു കുട്ടി, ഒരു സുഹൃത്തു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കാരണം ഇവരുമായി നേരിട്ട് ഇളയ കുട്ടിയുമായി നല്ല ബന്ധമുണ്ട്. കോവിഡ് ഘട്ടത്തിൽ ഇവർ തൊട്ടടുത്തുള്ള ഗ്രൗണ്ട് പ്രദേശത്ത് കളിക്കാൻ വരുമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. മോൻ്റെ പേരെന്താ? അഷ്കർ. ഈ നേരത്തെ ഈ അഫ്വാൻ ഒരു തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വിവരം പുറത്തു വരുന്നത്, അന്ന് ആ ഘട്ടത്തിൽ മോനത് അറിയാമായിരുന്നു? നമ്മളെല്ലാവരും അറിഞ്ഞായിരുന്നു. എനിക്കുള്ളവർ അറിഞ്ഞായിരുന്നു. അത് നേരെ ആശുപത്രി കൊണ്ടുപോയി വയറൊക്കെ ക്ലീൻ ചെയ്ത് അന്ന് കുഴപ്പമില്ലായിരുന്നു. അന്ന് എന്താ കഴിച്ചത് ആ സമയത്ത്? എലിവിഷം. ഇപ്പോഴും കഴിച്ചിട്ടുള്ള എലിവിഷമാണ്? ഇപ്പോഴും കഴിച്ചിട്ടുള്ള എലിവിഷമാണ്. അന്ന് എന്ത് കാരണം കൊണ്ടാണ്? അതെന്തോ മൊബൈൽ ഫോണിൻ്റെ ഇഷ്യൂ എന്നാണ് എല്ലാവരും പറയുന്നത്. അത് കാര്യമായിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ അഷ്കറിനെ തന്നെ അറിയാമല്ലോ, തൊട്ടടുത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞു അവിടെ കളിക്കാനൊക്കെ വരുമായിരുന്നു. നമ്മൾ 5-6 വർഷം മുമ്പ് ഇവിടെ കളിക്കാൻ വരുമായിരുന്നു. അഫാനൊക്കെ കളിക്കാൻ വരുമായിരുന്നു. പിന്നെ അവസാനം എന്ന് പറയുന്ന ആള് ഇവിടെ നിന്ന് സൈക്കിളൊക്കെ ചവിട്ടുമായിരുന്നു. ഓക്കെ. ആ സമയത്ത് എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? സംസാരിക്കും. ഈ ഇടയ്ക്കായിട്ട് വലിയ കമ്പനിയൊന്നുമില്ല. ഓക്കെ. അതായത് നമ്മൾ കോവിഡിന് ശേഷമാണോ അതിന് മുമ്പാണോ? കോവിഡിന് ശേഷമായിരിക്കും. ഓക്കെ. പിന്നെ ഇയാൾ ഏകദേശ സമയം വീട്ടിനകത്ത് തന്നെയാണ്? വീട്ടിൻ്റെ അകത്താണെന്ന് അറിയത്തില്ല. നമ്മളുമായിട്ട് വലിയ കമ്പനി ഇല്ല. ഓക്കെ. ബൈക്കുമായി കറങ്ങുകയായിരിക്കും. ഇപ്പം നേരത്തെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അത് വിറ്റു എന്നാണ് കേൾക്കുന്നത്, അത് ശരിയാണോ? ബുള്ളറ്റ് വിറ്റിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു കാർ ഉണ്ടായിരുന്നു, അത് കൊടുത്തെന്ന് തോന്നുന്നു. ഇപ്പോൾ പുതിയൊരു ബൈക്ക് എടുത്തു, അത് ബൈക്കാണ് താഴെ ഇരിക്കുന്നത്. ആ ബൈക്കിലാണ് ഈ സ്ഥലത്തെല്ലാം സഞ്ചരിച്ച് ഈ കൊലപാതകമെല്ലാം നടത്തുന്നത്. ഇയാളുടെ ബാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്താൻ പോകുന്നതും ബാപ്പയുടെ സഹോദരനെയും ഒപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യയും കൊല്ലുന്നത് ഇതേ ബൈക്കിൽ പോയിട്ടാണ്. അതെ. ഓക്കെ. അപ്പോൾ ഈ അവസാനം ഈ കുട്ടിയെയും ഇയാളെ അഫ്വാനെയും കണ്ടതെന്നാണെന്ന് അറിയാം മോന്? അവസാനം കണ്ടത് 2 ദിവസം മുമ്പ് ഇവിടെ കടയിൽ പോകുന്നുണ്ടായിരുന്നു. അന്ന് കണ്ട് നമ്മൾ ചിരിച്ചായിരുന്നു. അവൻ വലുതായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. ഈ രണ്ടുപേരും അധിക ഈ സംസാരവും മറ്റേ അഫാൻ കാക്കൊന്നും വലിയ സംസാരമില്ല, പക്ഷേ കാണാൻ ചിരിക്കും. പക്ഷെ നാട്ടുകാരുമായിട്ട് ഒരു പ്രശ്നങ്ങൾക്കൊന്നുമില്ല? ഇല്ല, അത് ഇതെനിക്ക് അറിയത്തില്ല. നമ്മൾ കണ്ടിട്ടുമില്ല. അത് നമ്മൾ ഈ മറ്റേ തരത്തിലുള്ള ദുശീലങ്ങളുണ്ടല്ലേ, മയക്ക് വരുന്നത്, അതൊന്നും നമ്മളിതുവരെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമ്മൾ ഈ സുഹൃത്തുക്കളായിട്ട് കളിക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതോ? ഇല്ല. അപ്പോൾ എന്തോ അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. അപ്പം നിങ്ങളോട് ആ ഘട്ടത്തിലൊക്കെ കളിച്ച് നടന്നവരാണ്? അതെ. ഈ ഇളയാള് സൈക്കിൾ കൂട്ടുക അല്ലേ? ഇളയാൾ ഇവിടെ നിന്ന് കളിക്കും, നമ്മളവിടെ നിന്ന് കളിക്കും. ഈ ഇളയാളിനെ കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട്, ഇങ്ങനെ അത് കളിയാക്കിയാലൊന്നും അധികം ബഹളമൊന്നും വെക്കില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൻ എന്ത് പറഞ്ഞാലും അവൻ ചിരിച്ചോണ്ടിരിക്കും. അത്രത്തേക്ക് പാവമായിരുന്നു. ഈ മോൻ്റെ കൂടെ കളിച്ച് നടന്നില്ലേ, ഈ വാർത്ത കേട്ടപ്പോൾ ഞെട്ടൽ എങ്ങനെയാണ്? വാർത്തയായിട്ടൊന്നും സത്യത്തിൽ വിശ്വസിച്ചില്ല. നമ്മൾ 7 മണിക്ക് ട്യൂഷൻ ഇരുന്നപ്പോഴാണ് ഇതറിയുന്നത്. അറിഞ്ഞുടനെ ഒരാൾ വിളിച്ചു പറഞ്ഞ് അപ്പോഴത്തേനും നമ്മളിവിടെ എത്തിയായിരുന്നു. അപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അല്ലാതെ ഒരു സൂചനയും നോക്കില്ലായിരുന്നു. നമ്മൾ ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ട് അവിടെ ഇരിക്കുകയായിരുന്നു, അപ്പുറത്താണ് ട്യൂഷൻ പഠിക്കുന്നത്. അപ്പം ഒരാളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഇവിടെ ഇങ്ങനെ സംഭവം നടന്നായിരുന്നു. നമ്മളൊരു 5 മിനിറ്റിനകത്ത് ഇവിടെ എത്തിയായിരുന്നു. വളരെ നടുക്കുന്ന സംഭവം എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ വിവരങ്ങൾ കുട്ടികളിൽ നിന്ന് അറിയുന്നു. കാരണം കുട്ടികളെന്ന് പറയുമ്പോൾ നമുക്ക് ഈ വീട്ടിനകത്ത് കിടന്ന സംഭവത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല. കാരണം ഇനി ഇയാൾ പ്രതി പറയുന്ന മൊഴി മാത്രമാണ് ഈ ഘട്ടത്തിലുള്ളത്. മറ്റ് ഉമ്മ അതീവ ഗുരുതരമായ അവസ്ഥയിലുമാണ്. ഈ കുഞ്ഞുങ്ങളുമായി വലിയ തരത്തിൽ ബന്ധമുള്ള നാട്ടുകാരിലായ കുട്ടികളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പറയുന്നത്. ഈ അഫ്വാൻ എന്ന ഈ പ്രതി ഇതിനു മുമ്പ് തന്നെ ഒരു ഘട്ടത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അന്നും എലിവിഷമാണ് കഴിച്ചത്. ഏകദേശം 8 വർഷത്തിന് മുമ്പാണ്. അന്ന് വീട്ടിൽ ബഹളമുണ്ടാക്കിയത് ഫോൺ വാങ്ങിക്കൊടുത്തില്ല എന്ന പേരിലാണ് അന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നതാണ്. അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം, ഈ പറയുന്ന പ്രതി എലിവിഷം കഴിച്ചു എന്ന് പോലീസിനോട് പറയുകയും തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്.